ഹലോ ഗൈസ്, ഇറ്റ്സ് മീ പനോസ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തെക്കൻ കേരളത്തിലെ ചോറ്റാനിക്കര ബാലഭദ്ര ദേവീക്ഷേത്രം എന്നറിയപ്പെടുന്ന പുളിമാത്ത തെക്കതിൽ ദേവീക്ഷേത്രത്തിലാണ്. ചേച്ചി അമ്പലത്തിൽ വരാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? എന്തെങ്കിലും ഒരു അതിനെക്കുറിച്ചൊരു ഇവിടെ ബാലാലയ പ്രതിഷ്ഠ നടക്കുന്ന സമയം മുതലേ അതായത് ഈ 16 വർഷം കൊണ്ട് ഇവിടെ വന്ന് സഹകരിക്കുന്നതാണ്. ഈ വസ്തുവിൻ്റെ താഴത്തൊക്കെ ഞങ്ങൾ താമസിക്കുന്നത്. ചേച്ചിക്ക് കിട്ടിയ അനുഭവങ്ങളും? എനിക്ക് അനുഭവങ്ങളെന്ന് പറയുമ്പോൾ മനസ്സ് മുട്ടി വിളിച്ചാൽ ഉപേക്ഷിക്കുന്ന ആളല്ല വിളിക്കുന്നത്. അത് ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. നമ്മൾ എപ്പോഴും അങ്ങനെ വിളിച്ചിട്ടില്ലേ ചെയ്യാം. പക്ഷേ നമ്മുടെ അത്യാവശ്യം വരുമ്പോൾ മനസ്സ് വിഷമിച്ച് നമ്മൾ വിളിച്ചാൽ ഇതുവരെ എൻ്റെ അനുഭവങ്ങൾ പലരും വന്ന് കല്യാണങ്ങൾ നടക്കാത്തവരും മറ്റു കാര്യങ്ങളൊക്കെ ഇതുപോലെ വന്ന് ഇവിടെ കാര്യങ്ങൾ നടന്നു പോയവർ ഒരുപാട് പേരുണ്ട്. എൻ്റെ അനുഭവത്തിലുമുണ്ട്. സുഖമില്ലാതെ കിടക്കുന്ന ഒരാളിന് ഇപ്പോൾ ഈ ഒരു 2 മാസത്തിന് മുന്നേ ഞാനിവിടെ വന്ന് കരഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ചു ആ ആളിന് നടത്തി ഇവിടെ കൊണ്ടുവരാൻ പറ്റണം. ഇപ്പോൾ ഉത്സവത്തിന് നടന്ന് ഇവിടെ വന്ന് ഇവിടെ നന്നലാലും വലിയ അനുഭവമാണ്. ഒരുപാടുണ്ട്. എല്ലാവർക്കും അങ്ങനെ ഒരു അനുഗ്രഹം ഇവിടെ ഉണ്ടാവട്ടെ എന്ന് അമ്മയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞാൻ വന്നിട്ട് ഒരു 6-7 മാസമായി. ഒരുപാട് പേരെ എനിക്ക് നന്മ കിട്ടിയത് കൊണ്ട് ഒരുപാട് പേരെ ഈ ക്ഷേത്രത്തിൽ ഞാൻ കൊണ്ടുവരികയും അവർക്കെല്ലാവർക്കും കൊണ്ടുവന്നതിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ചേച്ചിക്ക് ഇവിടെ ക്ഷേത്രത്തിൽ വന്നിട്ട് ഇതിപ്പോൾ അറിയപ്പെടുന്നതെന്ന് വെച്ചാൽ തെക്കതിൽ ബാലഭദ്ര ദേവീ ക്ഷേത്രം, അതായത് ചോറ്റാനിക്കരയിലെ ദേവിയുടെ ബാലഭദ്ര രൂപം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് പൂജകളും പ്രതിഷ്ഠ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഇവിടെ വന്നിട്ട് ചേച്ചി നാൾ കൊണ്ട് ഇവിടെ വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? 7 വർഷമുണ്ട്. ചേച്ചി കിട്ടിയ അനുഭവങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? എനിക്ക് വളരെ നല്ല അനുഭവങ്ങളുണ്ട്. നല്ല വിളിക്കുന്ന അമ്മയാണ്. കാരണം എന്ന് വെച്ചാൽ ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ ഒത്തിരിയേറെ ആൾക്കാരെ ഇവിടത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അമ്മയുടെ സാന്നിധ്യത്തെ കൊണ്ടുവന്ന് അമ്മയുടെ അനുഗ്രഹം നേടി പോയിട്ടുണ്ട്. അത് അസുഖങ്ങളായിട്ടായാലും അത് ശരി തന്നെ അസുഖങ്ങൾ ഭേദമാകുന്നുണ്ട്. അതുപോലെ തന്നെ ജോലിക്ക് കാലതാമസം അനുഭവിക്കുന്ന കുട്ടികൾ ജോലി ലഭിക്കുന്നുണ്ട്. കല്യാണം പ്രശ്നങ്ങൾ അത് കല്യാണം കിട്ടുന്നുണ്ട്. അതുപോലെ ഒത്തിരി എന്താണ് മെയിൻ പൂജകൾ അങ്ങനെ എന്തെങ്കിലും ചേച്ചിക്കറിയാവും? യക്ഷിയമ്മയ്ക്ക് നല്ലൊരു യക്ഷിയമ്മയുടെ പൂജയാണ് കൂടുതൽ. മറ്റുള്ള മലയാളപ്പുഴയമ്മേ ഭഗവതി മാലോകരക്ഷകീ ഭദ്രകാളി. നമ്മൾ കൊണ്ടുപോകാൻ സ്ഥലമില്ല. ലാസ്റ്റ് ഒരാൾ പറഞ്ഞിട്ട് ഞങ്ങളിവിടെ വന്ന് 2-3 വർഷമാവും വന്ന് ഞങ്ങൾ തിരുമേനിയെ കണ്ടു. ഇവിടെ വന്നതിന് ശേഷം എൻ്റെ കൊച്ചിന് മാറ്റം ഉണ്ടായി. നല്ലൊരു അനുഭവമാണ്. നടക്കാൻ ഒരിക്കലും പറ്റാത്ത അനുഭവം. അങ്ങനെ ഓരോരുത്തർക്കും നല്ല നല്ല അനുഭവങ്ങളും കാര്യങ്ങളും ഇയാൾക്ക് പറയാൻ പറ്റുമോ ദേവിയെക്കുറിച്ച്? ഇവിടെ വന്ന് എൻ്റെ വായ്മയൊക്കെ തീർന്നു. ഇതൊക്കെ വന്നിട്ട് ഒരുപാട് നാളായോ എന്താണെന്ന് അറിയത്തില്ല. ആൻറ്റിയെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് അനുഭവങ്ങൾ? കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇയാളോ? എങ്ങനെ? നല്ല അനുഭവങ്ങളാണ്. ഇവിടെ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലേ? ദേവി വിളിച്ചാൽ വെളിപ്പുറത്തുണ്ട് ഉണ്ട്. ഓക്കെ. ചേട്ടന് എത്ര നാൾ കൊണ്ട് ക്ഷേത്രത്തിൽ വരുന്നുണ്ട്? അടുത്തുണ്ട്. എന്തെങ്കിലും വന്നിട്ട് എന്തെങ്കിലും വെളിപ്പുറത്ത് അല്ല ഗണപതി ഗജമുഖ കഴലിന ശരണം ഭയതര വിഘ്ന വിനാശന ഭഗവൻ. ഗണപതി ഗജമുഖ കഴലിന ശരണം ഭയതര വിഘ്ന വിനാശന ഭഗവൻ. ധനത വിരുന്നിനു വിഭവമശേഷം ഉരുളികയിൽ ബത കലവറ മുഴുവൻ നലമൊടുവദന ഗുഹാദരമാക്കിയ ഗണപതി ഗജമുഖ കഴലിന ശരണം